ശബരിമലയിൽ തന്നെ ഡോക്ടർമാരുടെ സേവനം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഒരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചാർജ് എടുത്ത് 48 മണിക്കൂറിന് മുമ്പ് അവരുമായിട്ട് ആലോചിക്കാതെ ഒരു ലെറ്റർ കൊടുത്തു. അത് തെറ്റാണത്. പക്ഷേ മാറ്റിയതിൻ്റെ കാരണം ഈ 3 വർഷം കംപ്ലീറ്റായി. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിൻ്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഇത് നടപടിയല്ല, എന്നാൽ ചെയ്തതിനോട് സർക്കാരിന് വിയോജിപ്പുണ്ട്. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല? അത് ഗവൺമെൻറ് ചുമതലയല്ലേ? ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. അപ്പോൾ നടപടിയാണല്ലേ? നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവരെ ട്രാൻസ്ഫർ ചെയ്തു. DHS സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് KJ റീന രംഗത്തെത്തി. സാമാന്യനീതി നിഷേധിക്കപ്പെട്ടെന്നും കരുതിക്കൂട്ടിയുള്ള സ്ഥലം മാറ്റമെന്നും ഡോക്ടർ റീന പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതെന്ന് എനിക്ക് അറിയില്ല. നീതി നിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യനീതി, ഒരു വ്യക്തിയോട് ചെയ്യുന്ന സാമാന്യനീതി നിഷേധിക്കപ്പെട്ടു. 30 ഇയേഴ്സിനേക്കാൾ കൂടുതൽ 30 ഇയേഴ്സ് ആൻഡ് 4 months സർവീസ് കഴിഞ്ഞ ഒരു വ്യക്തി കുറച്ചും കൂടി ഡീസന്റ് ആയിട്ടൊക്കെ അവർക്ക് പറഞ്ഞയക്കാൻ മതി. ഞാൻ 2.5 ദിവസം ലീവേ ചോദിച്ചിട്ടുള്ളൂ. ദേവസ്ഥത്തിലെ ഒരിക്കലും ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരെ തരില്ല എന്ന് ഞാൻ ആ ലെറ്ററിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്ത് അതിന്റെ മിനിറ്റ്സിൽ വന്ന കാര്യങ്ങൾ അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതിനകത്ത് പക്ഷെ ഒരിക്കലും ഡോക്ടേഴ്സിനെ കൊടുക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് കരുതിക്കൂട്ടി വേണമെന്ന് വെച്ച് ഒരു കാര്യം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് എന്നെ വിളിച്ചിട്ട് വേറൊരാളെ പോസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ സമാധാനപരമായി മാറിക്കൊടുക്കുമായിരുന്നു. മേഘന മുരളി വാർത്തകൾ ചേർന്നു. മേഘന, പകർച്ചവ്യാധി കാലത്ത് 15 ദിവസത്തെ ലീവ് ചോദിച്ചു, അതിലെ അതൃപ്തി എന്ന് പറയുന്നു. അതല്ലാതെ ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് ഇപ്പം 2 വകുപ്പുകളുടെയും മന്ത്രി കെ മുരളീധരനാണ് ഡോക്ടർമാരെ കൊടുക്കില്ല എന്ന തരത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു നടപടിയാണ് എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി. യഥാർത്ഥത്തിൽ ആരോഗ്യ ഡയറക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് മേഘന? ഹാഷ്മി, ഇന്നലെ സർക്കാരിൻ്റെതായി വന്ന ആ ഉത്തരവിൽ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് DHS ഡോക്ടർ റീന KJ ഹാഡ് അവെയിൽഡ് 15 days ഓഫ് ലീവ് ഡ്യൂറിംഗ് പാൻഡമിക് പീരീഡ് എന്നുള്ളതാണ്. അതായത് 15 ദിവസം ഈ പാൻഡമിക് പീരീഡിൽ ലീവ് എടുത്തു. അതൊരു കാരണമായി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ KJ റീന പറയുന്നത് അങ്ങനൊരു ലീവ് എടുത്തിട്ടില്ല. അതും ഈ സർക്കാരിന്റെ കാലം വന്നത് UDF സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനൊരു ലീവ് എടുത്തിട്ടില്ല. വെറും 2 ദിവസം മാത്രമാണ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ലീവ് ചോദിച്ചത് എന്നുള്ളതാണ് റീന പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നേരത്തെ തന്നെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യം, മന്ത്രി പറഞ്ഞ കാര്യം, ഇതിൽ ഒരു വീഴ്ചയുണ്ടായി, അത് സർക്കാരിനോട് ആലോചിക്കാതെ ഒരു നടപടിയെടുത്തു, ദേവസ്വം ബോർഡിന് ഒരു കത്തയച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിലൊരു വിശദീകരണമായി വരുന്നത് ആ കത്തയച്ചത് തന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നില്ല, മറിച്ച് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.